പശ്ചിമേഷ്യയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുക്കാനും തീവ്രവാദ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കാനും ലക്ഷ്യമിട്ട ഹമാസ് തങ്ങളുടെ പുതിയ പരമോന്നത രാഷ്ട്രീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2024 ഒക്ടോബറിൽ ഇസ്രായേൽ സൈനിക നടപടിയിൽ വധിക്കപ്പെട്ട കടുത്ത ഭീകരവാദിയായിരുന്ന യഹിയ സിൻവാറിന്റെ പിൻഗാമിയായി പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായി ഖലീൽ അൽ-ഹയ്യയെ നിയമിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ പ്രഹരങ്ങളിൽ ഭീകര നേതാക്കൾ ഒന്നൊന്നായി കൊല്ലപ്പെടുന്ന പശ്ചാത്തലത്തിൽ അതീവ രഹസ്യവും സങ്കീർണവുമായ വോട്ടെടുപ്പിലൂടെയാണ് ഇയാളെ തെരഞ്ഞെടുത്തത്. മിതവാദപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുൻ തലവൻ ഖാലിദ് മഷാലിനെ കടുത്ത ആഭ്യന്തര പോരാട്ടത്തിൽ വെട്ടിയാണ് അൽ-ഹയ്യ ഈ പദവിയിലെത്തിയത്. ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ ഖാലിദ് മഷാലിന് നേരിയ മേൽക്കൈ ലഭിച്ചെങ്കിലും ജയിക്കാൻ ആവശ്യമായ 36 വോട്ടുകൾ നേടാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് നടന്ന റൺ ഓഫ് വോട്ടെടുപ്പിൽ അൽ-ഹയ്യ ഭൂരിപക്ഷം ഉറപ്പിച്ചു. സിൻവറിന്റെ മരണശേഷം ഹമാസിനെ നയിച്ചിരുന്ന 5-അംഗ താൽക്കാലിക കൗൺസിൽ പിരിച്ചുവിട്ടാണ് അൽ-ഹയ്യ ഹമാസിന്റെ പൂർണ്ണ ഭരണം പിടിച്ചെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇസ്താംബുളിൽ ചേരുന്ന യോഗത്തോടെ ഇയാൾ ഔദ്യോഗികമായി ചുമതലയേൽക്കും. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി 1200ഓളം നിരപരാധികളെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്യുകയും 251 സാധാരണക്കാരെ തട്ടിയെടുത്ത് ബന്ദികളാക്കുകയും പിന്നീട് പല ആളുകളെ വധിക്കുകയും ചെയ്ത ഈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട യഹിയ സിൻവർ. സിൻവറിനെ ഇസ്രായേലി സൈന്യം വധിച്ചതോടെ നട്ടലൊടിഞ്ഞ ഹമാസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ സിൻവറിന്റെ വിശ്വസ്തനും ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും തലച്ചോറ് നൽകുകയും ചെയ്ത അൽ-ഹയ്യ തലപ്പത്തെത്തുന്നത് ഹമാസ് തങ്ങളുടെ ചോരക്കൊതി തുടരും എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഹമാസിന്റെ ഭീകര വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡ് അൽ-ഹയ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതും ഇതിന് അടിവരയിടുന്നു. 1960-ൽ ഗസയിൽ ജനിച്ച ഖലീൽ അൽ-ഹയ്യ ഹമാസിന്റെ സ്ഥാപക ഭീകരരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇസ്രായേൽ ആക്രമണം ഭയന്ന് ഗസയിൽ നിന്നും സുരക്ഷിതമായി ഖത്തറിലെ ദോഹയിലേക്ക് മുങ്ങിയ ഇയാൾ അവിടെ ഇരുന്നാണ് ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായ ഈ ഭീകര നേതാവിനെ വധിക്കാൻ ഇസ്രായേൽ പലതവണ ലക്ഷ്യമിട്ടിട്ടുണ്ട്. 2007-ൽ ഗസയിലെ ഇയാളുടെ താവളത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദോഹയിൽ വെച്ച് ഹമാസ് നേതാക്കൾ രഹസ്യയോഗം ചേരുന്നതിനിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിന്നും ഇയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഇയാളുടെ ഒരു മകനും കൊല്ലപ്പെട്ടു. മുൻപ് നടന്ന ആക്രമണങ്ങളിലായി ഇയാളുടെ മറ്റ് 3 മക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളെയും 4 മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും സമാധാന പാതയിലേക്ക് വരാൻ കൂട്ടാക്കാത്ത കടുത്ത തീവ്രവാദ നിലപാടുകളാണ് ഇയാളെ ഹമാസിനുള്ളിൽ പ്രിയങ്കരനാക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകളുടെയും ബന്ദിമോചനത്തിന്റെയും പേരിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ സമാധാനത്തിന്റെ മുഖംമൂടി അണിയാൻ അൽ-ഹയ്യ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനെതിരായ ഭീകരപ്രവർത്തനങ്ങൾ ഇയാൾ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. ഈജിപ്തിലും ഖത്തറിലും നടന്ന ചർച്ചകളിൽ ഹമാസ് സംഘത്തെ നയിച്ചത് ഇയാളായിരുന്നു. ഭീകരവാദത്തിൽ നിന്ന് പിന്മാറാനോ നിരായുധീകരണം നടത്താനോ തയ്യാറാകാതെ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുന്ന തന്ത്രമാണ് ഇയാൾ പയറ്റിയത്. സമാധാന ചർച്ചകളിൽ ഹമാസിന്റെ വക്താവായി നിന്നെങ്കിലും ഇസ്രായേൽ സൈന്യത്തെയും ജനങ്ങളെയും ആക്രമിക്കുന്ന നയത്തിൽ നിന്നും ഇയാൾ ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. അടുത്തിടെ ഗസയിലെ തങ്ങളുടെ ഭരണസമിതി പിരിച്ചുവിട്ടതായി ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തടയിടാനും അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയ്ക്കാനുമുള്ള അടവ് നയത്തിന്റെ ഭാഗമായായിരുന്നു നീക്കം. US മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി പ്രകാരം ഗസയുടെ സിവിൽ ഭരണം രാഷ്ട്രീയേതര സാങ്കേതിക വിദഗ്ധർക്ക് അഥവാ ടെക്നോക്രാറ്റുകൾക്ക് കൈമാറാൻ സന്നദ്ധമാണെന്ന് ഹമാസ് വ്യക്തമാക്കിയത് ഭരണം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഭരണം മറ്റുള്ളവർക്ക് നൽകിയാലും ആയുധങ്ങൾ താഴെ വെക്കില്ലെന്ന വാശിയിലാണ് അൽ-ഹയ്യയും കൂട്ടരും. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന മറവിൽ ആയുധം കൈവശം വെച്ച് ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ഖലീൽ അൽ-ഹയ്യയുടെ വരവ് ഹമാസിന്റെ ഭാവി കൂടുതൽ ഇരുളടഞ്ഞു തന്നെയാക്കും. യുദ്ധത്തിൽ തകർന്നടിയുന്ന ഗസയിലെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രായോഗിക രാഷ്ട്രീയം സ്വീകരിക്കണമെന്ന് വാദിച്ച ഖാലിദ് മഷാലിന്റെ സംഘത്തെ വെട്ടി അൽ-ഹയ്യ അധികാരത്തിലെത്തിയതോടെ ഹമാസ് കൂടുതൽ തീവ്രവാദപരമായ പാതയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി. നിരായുധീകരണത്തിന് തയ്യാറാകാത്ത ഹമാസിനെ വെറുതെ വിടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ. മാത്രമല്ല, ഓരോ ഹമാസ് ഭീകരനും, അത് ഹമാസ് എന്ന പേരിൽ മാത്രമല്ല, ഓരോ പൊളിറ്റിക്കൽ ഇസ്ലാമിക ഭീകരനും പൊട്ടൻഷ്യൽ ജിഹാദികൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്നാലും ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ 73,280 ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഹമാസ് വരുത്തി വെച്ച് ഈ വലിയ ദുരന്തത്തിന് ശേഷവും അൽ-ഹയ്യയെ പോലെ കടുത്ത ഭീകരരെ തലപ്പത്തിരുത്തുന്നത് ഹമാസിന്റെ സമ്പൂർണ്ണ നാശത്തിലേക്ക് മാത്രമേ വഴി തുറക്കൂ. ഹനിയെയും സിൻവറിനെയും പോലെ ഇസ്രായേൽ സൈന്യത്തിന്റെ അടുത്ത ഇരയായി ഖലീൽ അൽ-ഹയ്യ എന്നു മാറും എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്.